ഹായ് ആൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. നമുക്ക് എല്ലാവർക്കും സിനിമ കാണാൻ നല്ല ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു ജാപ്പനീസ് സിനിമയെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ്, അതിന്റെ ടെക്നീക്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് നേരെ പോർഷൻ വായിക്കാം. ആദ്യം ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. Do you wonder what our life would be like without modern technology and amenities? ഇവിടെ ചോദിക്കുകയാണ് നമ്മളോട്, പുതിയ സാങ്കേതിക വിദ്യകളും സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? In Akira Kurosawa's Village of the Watermills, one of the 8 segments of his film Dreams, we shall experience a rural village where the residents lead a simple lives deeply connected to nature and tradition. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമയായിട്ടുള്ള അക്കീറ കുറോസവയുടെ വില്ലേജ് ഓഫ് ദ വാട്ടർമിൽസ് എന്ന സിനിമയിൽ ഈ മോഡേൺ ടെക്നോളജി ഒന്നും യൂസ് ചെയ്യാതെ തന്നെ പ്രകൃതിയോട് അത്രയും ഇണങ്ങി, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യങ്ങളോടൊക്കെ അത്രയും ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം ഗ്രാമവാസികളെയാണ് നമ്മൾ കാണുന്നത്. ഈ വില്ലേജ് ഓഫ് ദ വാട്ടർമിൽസ് എന്ന സിനിമ തന്നെ അക്കീറ കുറോസവയുടെ ഡ്രീംസ് എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഭാഗമാണ്. ആ സിനിമയിൽ 8 സെഗ്മെന്റ് ആണുള്ളത്. അതിലൊരു ഭാഗമാണ് ഈ വില്ലേജ് ഓഫ് ദ വാട്ടർമിൽസ്. Shall we visit the place along with a traveler who meets a wise old man? അപ്പോൾ ഒരു ട്രാവലറിനോടൊപ്പം തന്നെ നമ്മൾ ആ യാത്ര തുടങ്ങാൻ പോവാണ്. ഒരു ജ്ഞാനിയായ ഒരു വൃദ്ധനെ കണ്ട ഒരു യാത്രക്കാരനാണ് നമ്മുടെ ഈ കഥയിലുള്ളത്. അപ്പൊ ആ യാത്രക്കാരനോട് കൂടി നമുക്കും ഈ വില്ലേജ് ഒന്ന് കാണാം. ലെറ്റ്സ് വാച്ച് വില്ലേജ് ഓഫ് ദ വാട്ടർമിൽസ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ സിനിമ കാണണം. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ ഈ ചാപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഈ സിനിമ കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബിൽ വില്ലേജ് ഓഫ് ദ വാട്ടർമിൽസ് എന്ന സിനിമ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും ഈ സിനിമ നിർബന്ധമായിട്ടും കണ്ടിരിക്കുക. നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. പിന്നെ ഒരു ജാപ്പനീസ് ഫിലിം കൂടിയാണ് ഇത്. അപ്പൊ നമുക്ക് ഈ സിനിമയിലെ കുറച്ച് കോമ്പണൻസ്, ടെക്നിക്സ് എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് നോക്കാം. യു എൻജോയ്ഡ് ദ ഫിലിം, ഡിഡന്റ് യു? നിങ്ങൾ സിനിമ കണ്ട് എൻജോയ് ചെയ്തു. ഹൗ ഇസ് ദ സ്റ്റോറി ബ്രോട്ട് ടു ലൈഫ് ഓൺ സ്ക്രീൻ? അപ്പോൾ ആ കഥയിലെ ആളുകളുടെ ലൈഫ് അല്ലെങ്കിൽ ആ കഥ എങ്ങനെയാണ് സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? വാട്ട് വുഡ് യു എക്സ്പെക്ട് ടു ഫൈൻഡ് ഇൻ ദ സ്ക്രിപ്റ്റ് ഓഫ് എ ഫിലിം? ജസ്റ്റ് ഡയലോഗ് ഓർ സംതിങ് മോർ? ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിൽ നിങ്ങൾ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എന്തൊക്കെയായിരിക്കും അതിലുണ്ടാവുക? അതിൽ ആളുകളുടെ ഡയലോഗ് മാത്രമാണോ? അല്ല അല്ലെ? അപ്പൊ എന്താണ് ഒരു സ്ക്രിപ്റ്റിൽ ഉണ്ടാവുക നമുക്ക് നോക്കാം. A screenplay or film script is the written text of a film with instructions on how it is to be acted and filmed. നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നതിന്റെ തന്നെ വേറൊരു പേരാണ് സ്ക്രീൻ പ്ലേ എന്നത്. അപ്പോൾ ഒരു സിനിമയുടെ ഒരു റിട്ടൺ ഫോം, അത് എഴുതിയിരിക്കുന്ന രീതിയാണ് സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഡയലോഗ് മാത്രമല്ല, എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? വിത്ത് ഇൻസ്ട്രക്ഷൻസ് ഓൺ ഹൗ ഇറ്റ് ഈസ് ടു ബി ആക്റ്റഡ്, എങ്ങനെയാണ് ഇത് അഭിനയിക്കേണ്ടതെന്നും, ആൻഡ് ഫിലിംഡ്, എങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഫിലിം ചെയ്യേണ്ടത് എന്നുമാണ് ഒരു സ്ക്രിപ്റ്റിൽ ഉണ്ടാവുക. It is the blueprint that guides directors, actors and crew in bringing the story to life on screen. നമ്മളുടെ ഈ സ്റ്റോറിയിൽ എഴുതി വെച്ചിരിക്കുന്ന ആ കഥയെ സ്ക്രീനിലേക്ക് നമ്മളത് ലൈഫായിട്ട് കൊണ്ടുവരികയാണ് അല്ലെ? അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് നമ്മുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ് അപ്പൊ ഒരു ഫിലിം സ്ക്രിപ്റ്റ് ആവശ്യമായിട്ട് വരിക? ഡയറക്ടറിന്, അതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക്, അതുപോലെ മറ്റ് ക്രൂ മെമ്പേഴ്സിനൊക്കെ ഈ ഫിലിം സ്ക്രിപ്റ്റ് ആവശ്യമായിട്ടുണ്ട്. സിനിമയിൽ അഭിനയിക്കുന്ന രീതി, ഡയലോഗ് മാത്രമല്ല, ആ കഥാപാത്രം എന്ത് ഇമോഷനാണ് കൺവേ ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് ഷൂട്ട് ചെയ്യേണ്ട രീതി, ഏത് തരം ഷോട്ടാണ് അവിടെ എടുക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫിലിം സ്ക്രിപ്റ്റിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സിനിമയുടെ ബ്ലൂ പ്രിന്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ. നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത് ഫേമസ് ജാപ്പനീസ് ഡയറക്ടർ ആയിട്ടുള്ള അക്കീറ കുറോസോവ എന്ന ഡയറക്ടറുടെ വില്ലേജ് ഓഫ് ദ വാട്ടർമിൽസ് എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും യൂട്യൂബിൽ കാണുക. നമുക്കിനി സ്ക്രിപ്റ്റ് വായിക്കാം. സീൻ 1. അപ്പൊ ആദ്യത്തെ സീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ്റ്റ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ എന്നാണ് അർത്ഥം. അതായത് പുറംഭാഗമാണ് കാണിക്കുന്നത്. ഒരു റൂമിനകത്തോ അല്ലെങ്കിൽ ഒരു വീടിനകത്തോ അല്ല, എക്സ്റ്റീരിയർ ആയിട്ടുള്ള പുറം ലോകമാണ് കാണിക്കുന്നത്. വില്ലേജ് വിത്ത് വാട്ടർമിൽസ്, ഡേ. അപ്പോൾ പകൽ സമയമാണ്. Wide shot of a young man walking through a long wooden bridge across the river. ആദ്യത്തെ സീൻ തന്നെ എന്താണ്? ഒരു വൈഡ് ഷോട്ടാണ്, അകലെ നിന്നുള്ള ഒരു സീനാണ്, അകലെ നിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് വൈഡ് ഷോട്ട് എന്ന് പറയുന്നത്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു യങ് മാൻ ഒരു പാലത്തിലൂടെ, ഒരു മരത്തിന്റെ പാലത്തിലൂടെ ഒരു നദിയുടെ മുകളിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. ദ സൗണ്ട് ഓഫ് വാട്ടർ ഈസ് ഹേർഡ്. വെള്ളത്തിന്റെ ശബ്ദം കേൾക്കാനുണ്ട്. വാട്ടർ മിൽസ് ആർ അറ്റ് വർക്ക് ഹിയർ ആൻഡ് ദർ. അതുപോലെ തന്നെ വാട്ടർ മിൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. ദ യങ് മാൻ സ്റ്റാൻഡ്സ് ഓൺ ദ വുഡൻ ബ്രിഡ്ജ് ഫോർ എ വൈൽ looking at the large gears of the watermills. Some children walk past behind him.
അപ്പൊ ഇവിടെ വാട്ടർ മില്ല് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ ഗിയർ നോക്കിക്കൊണ്ട് ഈ യങ് മാൻ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനെ മറികടന്ന് കുറച്ച് കുട്ടികൾ നടന്നു പോകുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ചിത്രത്തിൽ കാണാനായിട്ട് പറ്റുന്ന ഒരു വുഡൻ ബ്രിഡ്ജ് ഉണ്ട് ആ നദിയുടെ മുകളിലായിട്ട്. അതിന് മുകളിൽ ഒരു യങ് മാൻ ഉണ്ട്, അദ്ദേഹം വാട്ടർ മിൽസ് നോക്കുന്നുണ്ട്, വാട്ടർ മിൽസിന്റെ ഗിയർ നോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കുട്ടി അദ്ദേഹത്തെ പാസ് ചെയ്ത് പോകുന്നതായിട്ടും കാണാനായിട്ട് പറ്റും. ഒരു വൈറ്റ് ഷോട്ടാണ് ഇത്. ഇപ്പൊ വാട്ടർ മിൽസ് എന്ന് പറഞ്ഞാൽ വാട്ടർ വീൽ, അതായത് ജലചക്രം കൊണ്ട് വർക്ക് ചെയ്യുന്ന മില്ലുകൾ. അപ്പൊ അവിടെ ആവശ്യമായിട്ടുള്ള എനർജി ജലചക്രം തിരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മില്ലുകളെയാണ് വാട്ടർ മിൽസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു വാട്ടർ വീല് കാണാം അല്ലെ, ഒരു ചക്രം അവിടെ കാണാനായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് സീനിന്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ കണ്ടത്? ആ ഫസ്റ്റ് സീൻ സ്ക്രീനിൽ വരുമ്പോൾ എന്തൊക്കെ അവിടെ ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ സീനിൽ ഒരു വുഡൻ ബ്രിഡ്ജ് ഉണ്ട്, റിവർ ഉണ്ട്, വാട്ടർ മില്ല് ഉണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫസ്റ്റ് സീനിന് തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എന്താണ്? ചിൽഡ്രൻ ഗുഡ് ഡേ, യങ് മാൻ ഗുഡ് ഡേ. The banks are picturesque with flowers. The children cross the wooden bridge, pick some flowers and place them on a rock on the other side of the bridge. The young man watches this carefully. ഇപ്പോൾ കുട്ടികൾ ഈ യങ് മാനോട് ഗുഡ് ഡേ എന്ന് പറഞ്ഞു പോവാണ്. യങ് മാൻ തിരിച്ചും ഗുഡ് ഡേ പറയുന്നുണ്ട്. ആ നദീതീരം എന്ന് പറയുന്നത് വളരെ പിക്ചറസ്ക് ആണ്. പിക്ചറസ്ക് എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. വിത്ത് ഫ്ലവേഴ്സ്, നിറയെ പൂക്കളുണ്ട്. The children cross the wooden bridge, pick some flowers and place them on a rock on the other side of the bridge. കുട്ടികൾ ആ പാലം കടക്കുമ്പോൾ കുറച്ച് പൂക്കൾ പൊട്ടിച്ചിട്ട് ഇതിന് മറുകരയിൽ അപ്പുറത്തെ വശത്ത് ഒരു പാറക്കല്ലിന്റെ മുകളിൽ കുറച്ച് പൂക്കൾ വെക്കുന്നുണ്ട്. ദ യങ് മാൻ വാച്ചസ് ദിസ് കെയർഫുള്ളി. യങ് മാൻ വളരെ ശ്രദ്ധയോടെ ഈ സീൻ കാണുന്നുണ്ട്. അടുത്തത് സീൻ 2 ആണ്. അതും എക്സ്റ്റീരിയർ ആണ്, പുറം ഭാഗം തന്നെയാണ്. എക്സ്റ്റീരിയർ വില്ലേജ് വിത്ത് വാട്ടർ മിൽസ്, ഡേ. The young man is walking toward the wooden mills on the river bank. A young man നദീതീരത്തുള്ള വാട്ടർ മിൽസിന്റെ അടുത്തേക്ക് പോവുകയാണ്. There is an old man with grey hair sitting there wearing a hat. തലയിൽ ഒരു തൊപ്പി വെച്ച ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഹി ഈസ് അഡ്ജസ്റ്റിംഗ് ദ ലാർജ് ഗിയേഴ്സ് ഓഫ് ദ വാട്ടർ മിൽ. ആ വാട്ടർ മില്ലിന്റെ, ആ ജലചക്രത്തിന്റെ വലിയ ഗിയേഴ്സ് അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്യാണ്, അതിനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യങ് മാൻ ഗുഡ് ഡേ, ഓൾഡ് മാൻ സ്മൈലിംഗ് ഗുഡ് ഡേ. യങ് മാൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് വില്ലേജ്? ഈ ഗ്രാമത്തിന്റെ പേരെന്താണ് എന്നാണ് യങ് മാൻ ആ വൃദ്ധനോട് ചോദിക്കുന്നത്. ഓൾഡ് മാൻ ഇറ്റ് ഹാസ് നോ നെയിം, വി കോൾ ഇറ്റ് ദ വില്ലേജ്. ഔട്ട്സൈഡേഴ്സ് കോൾ ഇറ്റ് വില്ലേജ് ഓഫ് ദ വാട്ടർ മിൽസ്. അപ്പൊ ആ വൃദ്ധൻ പറയാണ്, ഈ ഗ്രാമത്തിന് അങ്ങനെ പേരൊന്നുമില്ല, നമ്മള് ദ വില്ലേജ്, ഗ്രാമം എന്ന് പറയും. പുറത്തു നിന്നുള്ളവര് ദ വില്ലേജ് ഓഫ് വാട്ടർ മിൽസ് എന്നാണ് ഈ സ്ഥലത്തെ പറയാം. ദ യങ് മാൻ സ്മൈൽസ് ലുക്സ് ഇൻസൈഡ് ദ മിൽ. ആ യങ് മാൻ ചിരിച്ച് മില്ലിനകത്തേക്ക് നോക്കുകയാണ്. യങ് മാൻ ഡു ഓൾ ദ വില്ലേജസ് ലിവ് അറൌണ്ട് ഹിയർ? എല്ലാ ഗ്രാമവാസികളും ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? ഓൾഡ് മാൻ നോ, വി ആർ സ്പ്രെഡ് ഓൾ അറൌണ്ട്. അല്ല, നമ്മളിവിടെ പരന്നു കിടക്കാണ്, എല്ലാ സ്ഥലങ്ങളിലും താമസിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഈ ഗ്രാമം മുഴുവനായിട്ട് ആളുകൾ പരന്ന് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ദി യങ് മാൻ ലുക്സ് ഇൻസൈഡ് ദ മിൽ. ഹി സീസ് എ ലാമ്പ് ഹാങ്ങിങ് ദർ. ഒരു വിളക്ക് അവിടെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണാനുണ്ട്. യങ് മാൻ ഡോണ്ട് യു ഹാവ് ഇലക്ട്രിസിറ്റി ഹിയർ? അപ്പൊ അവിടെ വിളക്ക് കണ്ടതുകൊണ്ട് തന്നെ ആ യങ് മാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇവിടെ വൈദ്യുതി ഇല്ലേ എന്ന്. ഓൾഡ് മാൻ നോ, വി ഡോണ്ട് നീഡ് ഇറ്റ്. അപ്പൊ എന്താണ് വൃദ്ധം പറയുന്നത്? നോ, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നവഡേസ് പീപ്പിൾ ആർ ടു യൂസ് ടു കൺവീനിയൻസസ്. ഓൾഡ് മാൻ എന്താ പറയുന്നത്? ഇപ്പോ ആളുകൾ കൂടുതൽ സൗകര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിനാണ് കൂടുതൽ താല്പര്യം. ദേ തിങ്ക് ദ ഈസിയർ ദ ബെറ്റർ. അദ്ദേഹം പറയാണ്, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് നല്ലത് എന്നാണ് ഇപ്പോഴത്തെ ആളുകൾ ചിന്തിക്കുന്നത്. ദേ ത്രോ ഔട്ട് വാട്ട് ഈസ് ട്രൂലി ഗുഡ്. പക്ഷെ എന്താണ്, അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഏറ്റവും നല്ലത് എന്താണോ അതിനെ വലിച്ചെറിയാണ്. പക്ഷെ എളുപ്പം കിട്ടുന്നത് എന്തോ അതാണ് നല്ലത് എന്ന് വിചാരിച്ച് സൗകര്യങ്ങളിലാണ് ഇപ്പോഴത്തെ മനുഷ്യർ ജീവിക്കുന്നത്. ദ യങ് മാൻ ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ദ ഓൾഡ് മാൻ ഹു ഈസ് സ്റ്റിൽ ബിസി വിത്ത് ഹിസ് വർക്ക്. അപ്പൊ ഇതൊക്കെ കേട്ട് ആ യങ് മാൻ ഓൾഡ് മാൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും ആ വിൻമില്ലിന്റെ ഗിയേഴ്സ് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും വർക്കിൽ ബിസിയാണ്. അപ്പൊ ആ ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സിനിമയിൽ നിന്നുള്ള സീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യങ് മാൻ ബട്ട് വാട്ട് അബൌട്ട് ലൈറ്റ്? അപ്പോ വെളിച്ചം കിട്ടാനോ? ഓൾഡ് മാൻ വി യൂസ് കാൻഡിൽസ് ആൻഡ് ലിൻസീഡ് ഓയിൽ. അപ്പൊ എന്താ പറഞ്ഞ ഓൾഡ് മാൻ, ഞങ്ങള് മെഴുകുതിരി ഉപയോഗിക്കും, അതുപോലെ തന്നെ ചണവിത്ത് കൊണ്ടുള്ള ഒരു എണ്ണയാണ് ലിൻസീഡ് ഓയിൽ. ലിൻസീഡ് എന്ന് പറഞ്ഞാൽ ചണവിത്താണ്. അപ്പൊ ചണവിത്ത് കൊണ്ടുള്ള എണ്ണ അത് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ കത്തിക്കുന്നത്. യങ് മാൻ ബട്ട് ദ നൈറ്റ് ഈസ് വെരി ഡാർക്ക്. പക്ഷെ രാത്രി ഇരുട്ടാണല്ലോ. ഓൾഡ് മാൻ യെസ്, ദാറ്റ് ഈസ് വാട്ട് നൈറ്റ് ഈസ് സപ്പോസ് ടു ബി. രാത്രി അങ്ങനെ തന്നെയാണല്ലോ ആവേണ്ടത് എന്നാണ് ഓൾഡ് മാൻ പറയുന്നത്. എന്താണ്, രാത്രി ഇരുട്ട് തന്നെയാണല്ലോ ആവേണ്ടത്. വൈ ഷുഡ് ദ നൈറ്റ് ഷൈൻ ലൈക്ക് ദ ഡേ? രാത്രി എന്തിനാണ് പകല് പോലെ തിളങ്ങുന്നത്? ഐ ഡോണ്ട് ലൈക്ക് ടു സീ ദ നൈറ്റ് ആസ് ബ്രൈറ്റ് ആസ് ഡേ. രാത്രിയെ പകല് പോലെ വെളിച്ചത്തിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കത് താല്പര്യമില്ല. യു ക്യാൻ സീ ദ സ്റ്റാർസ് ദെൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റില്ലല്ലോ. യങ് മാൻ
യു ഹാവ് പാഡീസ് ബട്ട് ഡോണ്ട് യു ഹാവ് ട്രാക്ടേഴ്സ് ടു കൾട്ടിവേറ്റ് ദ ഫീൽഡ്സ്? നിങ്ങൾക്ക് പാഡി ഫീൽഡ്സ് ഉണ്ട്, നെൽകൃഷിയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ കൃഷി ചെയ്യാനായിട്ട് നിങ്ങൾ ട്രാക്ടേഴ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ഓൾഡ് മാൻ, വി ഡോണ്ട് നീഡ് ദം, വി ഹാവ് കൗസ് ആൻഡ് ഹോഴ്സസ്. അപ്പോഴും വൃദ്ധം പറയാണ്, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ പശുക്കളും കുതിരകളും ഉണ്ട് നിലം ഉഴുതുമറിക്കാനായിട്ട്, അപ്പോൾ ട്രാക്ടേഴ്സിന്റെ ആവശ്യമില്ല. യങ് മാൻ, വാട്ട് ഡു യു യൂസ് ആസ് ഫ്യൂവൽ? നിങ്ങൾ ഇന്ധനമായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ഓൾഡ് മാൻ, മോസ്റ്റ്ലി ഫയർവുഡ്, എന്നാണ്, കൂടുതലായിട്ടും വിറക് തന്നെയാണ്. വി ഡോണ്ട് ഫീൽ ഇറ്റ്സ് റൈറ്റ് ടു ചോപ്പ് ഡൗൺ ട്രീസ്. മരങ്ങളെ വെട്ടി നശിപ്പിക്കുക അല്ലെങ്കിൽ മരങ്ങളെ വെട്ടുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് ശരിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. സം ഓഫ് ദം ഫോൾ ബൈ ദംസെൽവ്സ് വെൻ ദേ ആർ ടു ഓൾഡ്. വളരെയധികം പ്രായമാകുമ്പോൾ, അത്രയും സമയം കഴിയുമ്പോൾ ചില മരങ്ങൾ സ്വയം വീഴാറുണ്ട്. വി കട്ട് ദം അപ്പ് ആൻഡ് യൂസ് ദം ആസ് ഫയർവുഡ്. അങ്ങനെ വീഴുന്ന മരങ്ങളെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ വിറക് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇഫ് യു മേക്ക് ചാർക്കോൾ ഫ്രം ദ ലോഗ്സ്, ജസ്റ്റ് എ ഫ്യൂ ട്രീസ് ക്യാൻ ഗിവ് യു ആസ് മച്ച് ആസ് ഹീറ്റ് ആസ് ആൻ എൻറ്റയർ ഫോറസ്റ്റ്. ഇനി മരക്കഷ്ണങ്ങളിൽ നിന്ന് കരി ഉണ്ടാക്കുകയാണെങ്കിൽ, ചാർക്കോൾ എന്ന് പറഞ്ഞാൽ കരി എന്നാണ്, ലോഗ്സ് എന്ന് പറഞ്ഞാൽ മരക്കഷ്ണം എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മരങ്ങൾ മതി, നമുക്ക് ഒരു കാട് തരുന്ന അത്രയും ചൂട് കിട്ടും, കുറച്ച് മതി, അത്രയും കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യെസ് ആൻഡ് ഡങ് ഈസ് ഓൾസോ ഗുഡ് ഫ്യൂൽ. അതുപോലെ തന്നെ ചാണകവും നല്ലൊരു ഇന്ധനമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഓൾഡ് മാൻ പറഞ്ഞത്? കൂടുതൽ അവർ വിറകാണ് ഉപയോഗിക്കുക. മരം മുറിക്കുക എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. വളരെയധികം പ്രായമായിട്ട് വീഴുന്ന മരങ്ങളാണ് അവര് വിറകിനായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലാതെ അവർ വെട്ടുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് മരം മതി, അതിൽ നിന്ന് നമുക്ക് കരി ഉണ്ടാക്കാനായിട്ട് പറ്റും, ചാർക്കോൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചാണകവും നല്ലൊരു ഇന്ധനമാണ്. ക്ലോസപ്പ് ഓഫ് ദ യങ് മാൻ സ്മൈലിംഗ് ആസ് ഹി ലുക്സ് അറ്റ് ദ റിവർ. അടുത്തത് ഒരു ക്ലോസപ്പ് ഷോട്ടാണ്. യങ് മാന്റെ മുഖം അത്രയും അടുത്ത് കാണിക്കുന്നു. ഹി നോട്ടീസസ് ദ ഗിയേഴ്സ് ഓഫ് ദ വാട്ടർ മിൽ ടേണിംഗ്. അദ്ദേഹം വാട്ടർ മില്ലിന്റെ ആ ഗിയേഴ്സ്, ആ ഭാഗം തിരിയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ലോങ് ഷോട്ട് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് മൂവിംഗ് ഇൻ ദ വിൻഡ്. കാറ്റിൽ മരങ്ങളും ചെടികളും അനങ്ങുന്നതിന്റെ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതിന്റെ ഒരു ലോങ് ഷോട്ട് ഉണ്ട്. എ കുക്കൂസ് സൗണ്ട് ഈസ് ഹെർഡ്. ഒരു കുയിലിന്റെ ശബ്ദം കേൾക്കാനുണ്ട്. ഓൾഡ് മാൻ, we try to live as true humans used to live. That is life in the natural way. വൃദ്ധം പറയാണ്, ട്രൂ ഹ്യൂമൻസ്, യഥാർത്ഥ മനുഷ്യർ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ജീവിക്കാൻ ശ്രമിക്കുന്നത്, നാച്ചുറൽ രീതിയിൽ. ടുഡേ പീപ്പിൾ ഹാവ് ഫൊഗോട്ടൻ ദാറ്റ് ദേ ആർ എ പാർട്ട് ഓഫ് നേച്ചർ. ഇന്നത്തെ മനുഷ്യൻ മറന്നു പോയിരിക്കുകയാണ്, അവരും ഈ പ്രകൃതിയിലെ ഒരു മെമ്പറാണ്, അല്ലെങ്കിൽ അവർ ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണെന്ന് അവർ മറന്നിരിക്കുകയാണ്. ദേ ഡിസ്ട്രോയ് ദ നേച്ചർ ദേ ഡിപ്പെൻഡ് ഓൺ. അവർ ആശ്രയിക്കുന്ന പ്രകൃതിയെ അവർ നശിപ്പിക്കുകയാണ്. ദേ തിങ്ക് ദേ ക്യാൻ മേക്ക് ലൈഫ് ഈസിയർ. ഇപ്പോഴത്തെ മനുഷ്യന്റെ വിചാരം എന്ന് പറയുന്നത് അവർക്ക് ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കാൻ പറ്റും, പ്രകൃതിയൊക്കെ നശിപ്പിച്ചാൽ ലൈഫ് കുറച്ചുകൂടി ഈസിയർ ആക്കാൻ പറ്റുമെന്നാണ്. ദ യങ് മാൻ ലുക്സ് അറ്റ് ദ ഓൾഡ് മാൻ ആസ് എഫ് ഇൻ ഡിസ്ബിലീഫ്. വിശ്വസിക്കാതെ യങ് മാൻ ഇങ്ങനെ ഓൾഡ് മാനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾഡ് മാൻ, ദേ ഡു നോട്ട് നോ ദാറ്റ് ദേ ആർ ഡിസ്ട്രോയിങ് നേച്ചർ. അവർക്ക് അറിയുന്നില്ല അവർ പ്രകൃതിയെ നശിപ്പിക്കുകയാണെന്ന്. ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ദംസെൽവ്സ് ആർ ഗോയിങ് ടു പെറിഷ്. അവർ അറിയുന്നില്ല അവർ തന്നെയാണ് ഇനി നശിക്കാൻ പോകുന്നത് എന്ന്. പ്രകൃതിയെ നശിപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ തന്നെയാണ് ഇനി നശിക്കാൻ പോകുന്നതെന്ന് അവർ അറിയുന്നില്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ എ ഹ്യൂമൻ ബീയിങ് ഈസ് ക്ലീൻ എയർ, ക്ലീൻ വാട്ടർ ആൻഡ് ദി ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ദറ്റ് പ്രൊഡ്യൂസ് ദം. ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ക്ലീൻ എയർ, ശുദ്ധമായിട്ടുള്ള വായു, ക്ലീൻ വാട്ടർ, ശുദ്ധജലം, ആൻഡ് ദ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ദറ്റ് പ്രൊഡ്യൂസ് ദം. ഈ രണ്ട് കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്താണ് ആവശ്യം? മരങ്ങളും ചെടികളാണ് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ. നൗ എവറിത്തിങ് ഈസ് ബീങ് പൊല്യൂട്ടഡ്. പക്ഷെ ഇപ്പൊ എല്ലാം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഡേർട്ടി വാട്ടർ, ഡേർട്ടി എയർ ആൻഡ് ദ വെരി ഹാർട്ട് ഓഫ് മാൻ ഈസ് പൊല്യൂട്ടഡ്. എന്താണ്? വാട്ടർ, വെള്ളം, വായു, ഇതെല്ലാം ഡേർട്ടിയാണ്, അഴുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ ഹൃദയം വരെ അഴുക്കായിക്കൊണ്ടിരിക്കുകയാണ്. Looking at the flowing stream, the young man stands up and looks around with curiosity. ആ ഒഴുകുന്ന വെള്ളത്തിൽ നോക്കിക്കൊണ്ട് ആ യങ് മാൻ എഴുന്നേൽക്കാണ്. അദ്ദേഹം ആകാംക്ഷയോടെ ചുറ്റും നോക്കുന്നു. യങ് മാൻ, on my way, I saw some children picking flowers and placing them on a stone near the bridge. What's that? നമ്മൾ ആദ്യത്തെ സീനിൽ കണ്ട കാര്യമാണ് ഇവിടെ യങ് മാൻ ചോദിക്കുന്നത്. ഞാൻ വരുന്ന വഴിയിൽ കുറച്ച് കുട്ടികൾ പൂക്കളൊക്കെ എടുത്ത് ഒരു കല്ലിന്റെ മുകളിൽ വെക്കുന്നുണ്ട്, അതെന്താണ്? ഓൾഡ് മാൻ, ഓ ദാറ്റ് ഇറ്റ്സ് എ സ്റ്റോറി മൈ ഫാദർ ടോൾഡ് മീ വൺസ്. ഓ അതാണോ? അത് എന്നോട് എൻ്റെ അച്ഛൻ ഒരു പണ്ട് പറഞ്ഞൊരു കഥയാണ്. ദി യങ് മാൻ സിറ്റ്സ് ഡൗൺ. അത് പറഞ്ഞ് യങ് മാൻ ഇരിക്കുകയാണ് അത് കേൾക്കാനായിട്ട്. വൺസ് എ സിക്ക് ട്രാവലർ ഡൈഡ് നിയർ ദ ബ്രിഡ്ജ്. ഒരു ദിവസം ഒരു വയ്യാത്ത യാത്രക്കാരൻ ആ പാലത്തിനടുത്ത് വെച്ച് മരണപ്പെടുകയുണ്ടായി. ദ വില്ലേജസ് ടുക്ക് പിറ്റി ആൻഡ് ബറീഡ് ഹിം റൈറ്റ് ദർ. അപ്പൊ ആ വില്ലേജസ്, ആ ഗ്രാമവാസികൾ അദ്ദേഹത്തെ അവിടെ തന്നെ ബറി ചെയ്തു, കുഴിച്ചിട്ടു. They put a big stone on his grave and put flowers on it.
അപ്പൊ അദ്ദേഹത്തിന്റെ കുഴിച്ചിട്ടപ്പോൾ അതിന് മുകളിലായിട്ട് ഒരു വലിയ കല്ല് വെച്ച് അതിന് മുകളിൽ കുറച്ച് പൂക്കൾ വെച്ചു. ലേറ്റർ ഇറ്റ് ബിക്കെയിം എ കസ്റ്റം. പിന്നെ മെല്ലെ മെല്ലെ അതൊരു ചടങ്ങ്, ഒരു ആചാരമായിട്ട് മാറി. നോട്ട് ഓൺലി ചിൽഡ്രൻ, ഓൾ ദ വില്ലേജസ് പുട്ട് ഫ്ലവേഴ്സ് ആസ് ദേ പാസ്, ദോ മോസ്റ്റ് ഡോണ്ട് നോ വൈ. ഇപ്പോൾ കുട്ടികൾ മാത്രമല്ല, അതുവഴി കടന്നു പോകുന്ന എല്ലാ ഗ്രാമവാസികളും അവിടെ പൂക്കൾ വെക്കാറുണ്ട്. അവർക്കത് എന്താണ് ഐതിഹ്യം അല്ലെങ്കിൽ എന്തിനാണ് അത് ചെയ്യുന്നത് എന്ന് അറിയില്ലെങ്കിൽ കൂടി എല്ലാവരും അത് ചെയ്യാറുണ്ട്. ദ യങ് മാൻ ലുക്സ് അവേ ഇൻ സർപ്രൈസ്. അപ്പം ഒരു അതിശയത്തോടു കൂടി യങ് മാൻ വേറൊരു ദിശയിലേക്ക് നോക്കുകയാണ്. യങ് മാൻ ലിസണിങ് ടു എ ഡിസ്റ്റന്റ് സൗണ്ട്. അപ്പൊ അകലെ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് യങ് മാൻ പറയാണ്, ആർ ദർ എനി സെലിബ്രേഷൻസ് ഗോയിങ് ഓൺ ടുഡേ? എന്തെങ്കിലും ആഘോഷം ഇന്ന് നടക്കുന്നുണ്ടോ? ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന്. ഓൾഡ് മാൻ, നോ, ഇറ്റ്സ് എ ഫ്യൂണറൽ. അപ്പൊ എന്താണ് ഇത്? ആഘോഷമല്ല, ഒരു ശവസംസ്കാരമാണ്. ഫൈൻഡ് ഇറ്റ് സ്ട്രേഞ്ച്. ഓ, നിങ്ങൾക്കത് സ്ട്രേഞ്ച് ആയി തോന്നിയോ? എ നൈസ് ഹാപ്പി ഫ്യൂണറൽ. അതൊരു സന്തോഷമുള്ള ഒരു ശവസംസ്കാരമാണ് എന്നാണ് പറയുന്നത്. ഇത്രയും ശബ്ദം കേട്ടപ്പോൾ യങ് മാൻ വിചാരിച്ചു ഒരു ആഘോഷമാണെന്ന്. പക്ഷെ ഓൾഡ് മാൻ പറയാണ്, നിങ്ങൾക്കത് സ്ട്രേഞ്ച് ആയി തോന്നുന്നുണ്ടോ? അതൊരു ഹാപ്പി ഫ്യൂണറൽ ആണ്, സന്തോഷമായിട്ടാണ് ഇവിടെ സംസ്കാരം നടക്കുന്നത്. ഇറ്റ്സ് ഗുഡ് ടു വർക്ക് ഹാർഡ് ആൻഡ് ലിവ് ലോങ് ആൻഡ് ബി താങ്ക്ഡ് ബൈ ഓൾ. ഇപ്പം കുറെ കഠിനാധ്വാനം ചെയ്ത് കുറെ നാൾ ജീവിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. വി ഹാവ് നോ ടെമ്പിൾസ് ഓർ പ്രീസ്റ്റ്സ്, സോ ഓൾ ദ വില്ലേജസ് ടേക്ക് ദ ഡിസീസ്ഡ് ടു ദ സെമിട്രി ഓൺ ദ ഹിൽ. അദ്ദേഹം പറയാണ്, ഇവിടെ അമ്പലങ്ങളോ അല്ലെങ്കിൽ വൈദികന്മാരോ ഒന്നുമില്ല, പ്രീസ്റ്റ്സ് ഒന്നുമില്ല. അപ്പൊ എല്ലാ ഗ്രാമവാസികളും കൂടി ആ മരിച്ച ആളെ, അതായത് ഡിസീസ്ഡ് എന്ന് പറഞ്ഞാൽ മരിച്ച വ്യക്തി എന്നാണ് അർത്ഥം. അപ്പൊ മരിച്ച ആളെ സെമിട്രിയിലേക്ക് കൊണ്ടുപോവാണ്. അതായത് മലയുടെ മുകളിലാണ് അദ്ദേഹത്തെ സംസ്കരിക്കുന്നത്. അപ്പൊ അതിന് മുകളിലേക്ക് കൊണ്ടുപോവാണ്. ഇറ്റ്സ് ഡിഫറെന്റ് ഇഫ് എ ചൈൽഡ് ഓർ യങ് പേഴ്സൺ ഡൈസ്. പക്ഷെ ഇതുപോലെയല്ല ഒരു കുട്ടിയോ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആൾ മരിക്കുമ്പോൾ ഇതുപോലെയല്ല. ഇതിപ്പോൾ പ്രായമായ ആൾ മരിച്ചതുകൊണ്ടാണ് ഒരു ഹാപ്പി ഫ്യൂണറൽ. കാരണം അദ്ദേഹത്തിന്റെ ലൈഫ് അത്രയും സന്തോഷത്തിൽ ജീവിച്ചിട്ടാണ് മരിക്കുന്നത്. വി ഡു നോട്ട് ലൈക്ക് ദ ഡെത്ത് ഓഫ് യങ് പീപ്പിൾ ഓർ ചിൽഡ്രൻ. ഇറ്റ്സ് ഹാർഡ് ടു സെലിബ്രേറ്റ് സച്ച് എ ലോസ്. കുട്ടികളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ ഒക്കെ മരിക്കുമ്പോൾ ഇതുപോലെയല്ല. അങ്ങനെയുള്ള മരണങ്ങൾ ആഘോഷിക്കാൻ കുറച്ച് പ്രയാസമാണ്. Fortunately, the people of this village lead a natural way of life. ഈ ഗ്രാമത്തിലെ ആളുകൾ വളരെ നാച്ചുറൽ ആയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ജീവിക്കുന്നത്. സോ ദേ പാസ് ഓൺ അറ്റ് എ റൈപ്പ് ഓൾഡ് ഏജ്. അതുകൊണ്ട് തന്നെ വളരെ പ്രായമായിട്ടാണ്, അത് റൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാകമാകുക, പഴുക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതുപോലെ മനുഷ്യൻ അത്രയും പ്രായമായിട്ട് അത്രയും ഓൾഡ് ഏജിലാണ് മരിക്കുന്നത്. കാരണം എന്താണ്? അവർ വളരെ നാച്ചുറൽ വേ ഓഫ് ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. ദ വുമൻ ഹു ഡൈഡ് ടുഡേ ഈസ് 99 years old. ഇന്ന് മരിച്ച സ്ത്രീ തന്നെ 99 വയസ്സായിട്ടാണ് മരിക്കുന്നത്. അപ്പൊ അവരുടെ ലൈഫ് ഫുള്ളി അവര് ജീവിച്ചു കഴിഞ്ഞു അല്ലേ. എക്സ്ക്യൂസ് മീ, ഐ എം ഗോയിങ് ടു ജോയിൻ ദ പ്രൊസഷൻ. അപ്പൊ അദ്ദേഹം പറയാണ്, എക്സ്ക്യൂസ് മീ, എനിക്കും ഈ ജാഥയിൽ, പ്രൊസഷൻ എന്ന് പറഞ്ഞാല് വരിയായിട്ട് പോകുന്നതിനെയാണ് പറയുന്നത്. അപ്പൊ അതിൽ എനിക്കും ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയാണ്. ദ ഓൾഡ് മാൻ ഗെറ്റ്സ് അപ്പ് ആൻഡ് പ്രിപ്പയർസ് ടു ഗോ ഇൻസൈഡ് ദ ഹൗസ്. അപ്പൊ ഓൾഡ് മാൻ എഴുന്നേറ്റ് വീടിനകത്തേക്ക് പോകാൻ പ്രിപ്പയർ ചെയ്യുന്നു. To tell the truth, she was my first love. പിന്നെ അദ്ദേഹം എന്താ പറയുന്നത്? ആ സ്ത്രീ എന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു. She broke my heart and left me for another. പക്ഷെ എന്താണ്? എന്റെ ഹൃദയം തകർത്ത് വേറൊരാൾക്ക് വേണ്ടി ആ സ്ത്രീ പോയി. Laughing, he goes inside a wooden house. The young man smiles and walks towards the river. ചിരിച്ചുകൊണ്ട് ആ വൃദ്ധൻ വീടിനകത്തേക്ക് പോവാണ്. യങ് മാൻ നദിയുടെ അടുത്തേക്ക് നടന്നു വരുന്നു. Hearing a jingling sound, he comes back towards the house again. അപ്പൊ ഒരു ജിംഗ്ലിംഗ് സൗണ്ട്, എന്തോ കിളിങ്ങുന്ന ശബ്ദം കേട്ട് യങ് മാൻ വീണ്ടും ആ വീടിന് അടുത്തേക്ക് വരികയാണ്. The old man comes out wearing a colorful dress and a hat with a pair of Shindo bells in his hand. ഇപ്പൊ വീടിന്റെ അടുത്തേക്ക് പോയപ്പോ ഓൾഡ് മാൻ എങ്ങനെയാണ് വരുന്നത്? ഒരു കളർഫുൾ ഡ്രസ്സും ഒരു തൊപ്പിയൊക്കെ ധരിച്ച് കയ്യിൽ ഷിൻഡോ ബെല്ലുണ്ട്, അതും പിടിച്ചിട്ടാണ് വരുന്നത്. ഷിൻഡോ ബെൽ എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ സീക്രഡ് ആയിട്ടുള്ള റിലീജിയസ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബെല്ലാണ് ഷിൻഡോ ബെൽ എന്ന് പറയുന്നത്. ആ വൃദ്ധന്റെ കയ്യിൽ ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ ബെല്ലൊക്കെ കൈ പിടിച്ച് ഒരു കളർഫുൾ ഡ്രസ്സും ഹാറ്റും ധരിച്ചിട്ടാണ് ഈ ഓൾഡ് മാൻ വരുന്നത്. യങ് മാൻ, ബൈ ദ വേ, ഹൗ ഓൾഡ് ആർ യു? അപ്പോൾ യങ് മാൻ ചോദിക്കുകയാണ്, ഓക്കെ, നിങ്ങൾക്ക് എത്ര വയസ്സായി? ഓൾഡ് മാൻ, മീ 103. എത്ര വയസ്സായി അദ്ദേഹത്തിന്? 103 വയസ്സായിട്ടുണ്ട്. എ ഗുഡ് ഏജ് ടു സ്റ്റോപ്പ് ലിവിങ്. ഈ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവസാനിക്കാനായിട്ട് പറ്റിയൊരു പ്രായമാണ്. സം സേ ലൈഫ് ഇസ് ഹാർഡ്, ഇൻ ഫാക്ട് ഇറ്റ്സ് ഗുഡ് ടു ബി അലൈവ്, ഇറ്റ്സ് എക്സൈറ്റിംഗ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ചിലർ പറയും ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ്, ഇറ്റ്സ് ഹാർഡ്, കുറേ കഷ്ടപ്പാടുണ്ട്. പക്ഷെ ഇൻഫാക്ട് അത് നമ്മൾ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് നല്ലതാണ്. ഇറ്റ്സ് ഗുഡ് ടു ബി അലൈവ്, ഇറ്റ്സ് എക്സൈറ്റിംഗ്. അദ്ദേഹത്തിന് ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ഉത്സാഹം കൊടുക്കുന്ന ഒരു കാര്യമാണ് ജീവിക്കുക എന്ന് പറയുന്നത്. ഹി പിക്സ് സം ഫ്ലവേഴ്സ് ആൻഡ് വാക്സ് അവേ വിത്ത് എ ബെൽ. ദ യങ് മാൻ ഫോളോസ് ഹിം. അപ്പൊ അദ്ദേഹം കുറച്ച് പൂക്കൾ എടുത്ത് ആ ബെല്ലോട് കൂടി പോവുകയാണ്. യങ് മാൻ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്.
അടുത്തത് സീൻ 3 ആണ്, എക്സ്റ്റീരിയർ വില്ലേജ് ഡേ. വീണ്ടും എക്സ്റ്റീരിയർ തന്നെയാണ് കാണിക്കുന്നത്. ദ പ്രൊസഷൻ അപ്രോച്ചസ്. അപ്പോൾ നേരത്തെ അകലെ നിന്ന് കേൾക്കുന്ന ആ ശബ്ദം ഇവരുടെ അടുത്തേക്ക് എത്തുകയാണ്. വിമൺ, ചിൽഡ്രൻ ആൻഡ് മെൻ മൂവ് ഇൻ റിതം. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരൊക്കെ ഒരു താളത്തിലാണ് മൂവ് ചെയ്യുന്നത്. ദ ലിറ്റിൽ ചിൽഡ്രൻ പിക്ക് ഫ്ലവേഴ്സ് ഫ്രം ദ വേഴ്സസ് ദേ ഹോൾഡ് ആൻഡ് ത്രോ ദം ഔട്ട്. അപ്പൊ കുട്ടികൾ അവരുടെ കയ്യിലെ പൂക്കൊട്ടയിൽ നിന്നും പൂക്കളെടുത്ത് പുറത്തേക്ക് എറിയുന്നുണ്ട്. ബിഹൈൻഡ് ദം ആർ ദ ബ്യൂഗിൾ പ്ലേയേഴ്സ്. ബ്യൂഗിൾ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ അത് പ്ലേ ചെയ്യുന്ന ആളുകളാണ് ഇവരുടെ പിന്നിലുള്ളത്. ദെൻ ദ ഗേൾസ്. അതിനുശേഷം പെൺകുട്ടികളാണ്. ദേ ഡാൻസ് ബ്യൂട്ടിഫുള്ളി. വളരെ മനോഹരമായിട്ട് അവർ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഓൾ ആർ വെയറിംഗ് ഹാറ്റ്സ്. എല്ലാവരും തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ട്. 6 men carry a coffin in the middle of the procession. അപ്പൊ ഈ ജാഥയുടെ നടുക്കില് 6 ആളുകളാണ്, 6 പുരുഷന്മാരാണ് ഈ ശവപ്പെട്ടി ക്യാരി ചെയ്യുന്നത്. ദ ചിൽഡ്രൻ സിംഗ് എലോങ്. കുട്ടികൾ പാട്ട് പാടുന്നുണ്ട്. ദി യങ് മാൻ ആൻഡ് ദ ഓൾഡ് മാൻ സ്റ്റാൻഡ് വാച്ചിങ് ദ പ്രൊസഷൻ. ഇപ്പോൾ യങ് മാനും ഓൾഡ് മാനും ഈ ജാഥ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ദ ഓൾഡ് മാൻ റിംഗിങ് ഹിസ് ബെൽ ഹോൾഡിംഗ് ദ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഇൻ ഹിസ് ഹാൻഡ് ഗ്രീറ്റ്സ് ദം. അപ്പൊ കയ്യിൽ ഈ ഷിൻറ്റോ ബെൽസും ഒരു പിടി പൂക്കളും പിടിച്ചു നിൽക്കുന്ന ഓൾഡ് മാൻ അവരെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. ആസ് ദ പ്രൊസഷൻ അപ്രോച്ചസ് ഹി ജോയിൻസ് ദം. All pass in front of the young man who curiously watches the procession smiling. അപ്പം ഓൾഡ് മാൻ അവരെ ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് ഈ യങ് മാനെ മറികടന്ന് എല്ലാവരും പോവുകയാണ്. യങ് മാൻ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചിരിക്കുന്നുണ്ട്. ആസ് ദ കോഫിൻ അപ്രോച്ചസ് ഹി ടേക്സ് ഓഫ് ഹിസ് ഹാറ്റ് ടു ഷോ റെസ്പെക്ട്. അപ്പൊ ആ ശവപ്പെട്ടി അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുമ്പോൾ തൊപ്പി ഊരി കയ്യിൽ പിടിച്ചിട്ട് റെസ്പെക്ട് കാണിക്കുന്നുണ്ട്. The music of the procession ends and then it strikes a lighter tone. അപ്പോൾ പാട്ട് അവസാനിക്കുകയാണ്. എന്നിട്ട് ഒരു ലൈറ്റർ ടോണിലേക്ക് മാറുന്നു. The slow moving water mills on the river are seen. അടുത്തത് ഈ നദിയുടെ അടുത്തുള്ള വാട്ടർ മിൽസ് ആണ് കാണിക്കുന്നത്. The young man crosses the bridge, then stops and walks back to the river bank, picks some flowers and places them on the rock. അപ്പോൾ യങ് മാൻ ആ പാലം കടന്നു പോവുകയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹം നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് പൂക്കളെടുത്ത് ആ കല്ലിന് മുകളിൽ വെക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ചടങ്ങ് അവിടെ ഉണ്ടെന്ന്. അപ്പൊ അതാണ് അദ്ദേഹം ചെയ്യുന്നത്. ഹി ദെൻ വാക്സ് അവേ വിത്ത് ആസ് ദ റിവർ ഫ്ലോസ് ഓൺ. അപ്പൊ ആ നദി ഒഴുകുന്നതനുസരിച്ച് അദ്ദേഹവും അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേയിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് കണ്ടു അല്ലെ. എന്തൊക്കെയാണത്? കഥാപാത്രങ്ങളുടെ ഡയലോഗ്സ്, ആ സീൻ എങ്ങനെയാണ്, എവിടെയാണ് നടക്കുന്നത്, എക്സ്റ്റീരിയർ ആണോ ഇന്റീരിയർ ആണോ, പുറത്താണോ അല്ലെങ്കിൽ അകത്താണോ, അതുപോലെ തന്നെ എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങളാണ് വേണ്ടത്, കിളികളുടെ ശബ്ദം അല്ലെങ്കിൽ നദി ഒഴുകുന്ന ശബ്ദം, കുട്ടികൾ ഓടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമയിലെ അഭിനേതാക്കൾക്കും ക്രൂ മെമ്പേഴ്സിനും ഡയറക്ടറിനും അത് ഷൂട്ട് ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫർക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പറയുന്ന ഒരു ബ്ലൂ പ്രിന്റ് ആണ് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കണ്ടത് ഏതാണ്? വില്ലേജ് ഓഫ് ദ വാട്ടർ മിൽസ് എന്ന ജാപ്പനീസ് ഫിലിമിന്റെ ഒരു സ്ക്രിപ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ സിനിമ യൂട്യൂബിൽ കാണണം. വളരെ ചെറിയൊരു സിനിമയാണ് അല്ലേ ഇത്. എന്നാലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ലെസൺ ആണ് അക്കീറ കുറോസോവ ഈ സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മോഡേൺ ടെക്നോളജിയും അത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതിനൊരു ഉത്തരമാണ് ഈ സിനിമയിലെ ഓൾഡ് മാനും ഈ വില്ലേജ് ഓഫ് ദ വാട്ടർ മിൽസും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.